നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇവിടെ വന്ന് അവൻ വീണ്ടും നിന്നെ ഭീഷണിപ്പെടുത്തിയല്ലേ? വഴിയിൽ പിടിച്ചു നിർത്തി അവന് ഞാൻ ശക്തമായ താക്കീത് കൊടുത്തതാണല്ലോ. അതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ ഡാഡി. വിശാൽ ആരെയും ഭയമില്ലെന്ന് ഡാഡിക്ക് അറിഞ്ഞൂടെ? എന്ന് വെച്ച് അവനെ ഞാൻ ഭയക്കണം? അതല്ല ഡാഡി, സുനിതയെ തൊട്ട വിശാൽ എന്തും ചെയ്യും. അഭിമാനം. ആരുടെ അഭിമാനം? നീയായിട്ട് നിന്റെ ജീവിതത്തിൽ കറുത്ത മഷി പടർത്തിയിട്ട് ഇപ്പൊ അത് മായ്ച്ചു കളയാൻ വേണ്ടി കയ്യും കാലൂട്ടടിക്കുന്നോ? ഡാഡി, അന്ന് ഗോവയിലെ ആ ഊരാക്കുടുക്കിൽ നിന്ന് നിന്നെ രക്ഷിച്ചെടുക്കാൻ ഞാൻ പെട്ട പാട് എനിക്കറിയൂ. അന്ന് ഞാൻ അനുഭവിച്ച ഉൾത്തി ഇപ്പോഴും എന്റെ മനസ്സിൽ അണഞ്ഞിട്ടില്ല. അന്നൊരു ദേവദൂതനെ പോലെ വന്നവനാ നിരഞ്ജൻ. കടപ്പാടിന്റെ കണക്ക് പുസ്തകവുമായി വിലപേശാൻ വന്നവനല്ല. താഴ്ന്നു പോയവന് രക്ഷയ്ക്ക് കൈനീട്ടിത്തരാൻ. എന്നിട്ട് ഒരു ദിവസമെങ്കിലും നീ അവനെ സ്നേഹിച്ചിട്ടുണ്ടോ? ഒരു നേരമെങ്കിലും അവന് നീ സ്വസ്ഥത കൊടുത്തിട്ടുണ്ടോ? ഈ ലോകത്ത് തീർത്തും പാഴായി പോകുന്ന ഒന്നേ ഉള്ളൂ, തിരിച്ചു പിടിക്കാനാവാത്ത ഒന്നേ ഉള്ളൂ. അർഹതയില്ലാത്തവർ കൊടുക്കുന്ന സ്നേഹമാണത്. ഡാഡി എന്നെ കുറ്റപ്പെടുത്താതെ ഈ കാര്യത്തിൽ ഒരു സൊല്യൂഷൻ പറ. എന്ത് സൊല്യൂഷൻ? സൊല്യൂഷൻ ഞാൻ ക്രിസ്റ്റൽ ക്ലിയറായി പറഞ്ഞാണല്ലോ. സുനിത തെറിക്കും. സുനിത മാത്രമല്ല, 2 ആംബുലൻസ് ഡ്രൈവർമാർ, ജയനും അബു, പിന്നെ CCTV കൺട്രോൾ റൂമിലെ ആന്റണിയും കൂട്ടത്തോടെ തെറിപ്പിക്കും ഞാൻ. അങ്ങനെ എനിക്കെതിരെ ഒരു നെക്സസ് ഇവിടെ വേണ്ട. ഡാഡി, ഡാഡി, ഡാഡി പ്ലീസ്. നീ കൂടുതൽ ആരെയും ഭയക്കാതെ നിന്റെ ഭർത്താവിനോടൊപ്പം നിൽക്കാൻ നോക്ക്. എന്നിട്ട് നിരഞ്ജനെ സ്നേഹിച്ച് ഒരു നല്ല ഭാര്യയായി ജീവിക്കാൻ നോക്ക്. ഡാഡി, വിശാലും ഞാൻ പറഞ്ഞില്ലേ, അവൻ എന്തും ചെയ്യും. എനിക്ക് ആരെയും ഭയമില്ല. അവനെന്നെ കൊല്ലാം. പക്ഷേ അപ്പോഴും നിരഞ്ജൻ ബാക്കിയാണല്ലോ. എന്റെ പട്ടട കത്തിത്തീരുന്നുമ്പേ നിരഞ്ജൻ അവനെ മോർച്ചറി ടേബിളിൽ എത്തിച്ചിരിക്കും. അതെനിക്ക് ഉറപ്പാ. സമാധാനത്തിന് വേണ്ടി ഞാൻ ആരുടെയും പിന്നാലെ പോവില്ല. അങ്ങനെ പോകാൻ ജയശങ്കർ UN രക്ഷാധികാരിയൊന്നുമല്ല, ഈ ആശുപത്രിയുടെ മാത്രം രക്ഷാധികാരിയാണ്. ആ നശിച്ചവള് കൃത്യസമയത്ത് തന്നെ പാഞ്ഞു പറിച്ച് വന്ന് കേറിയത് കൊണ്ട് കൊള്ളാവുന്ന ഒരു ആലോചന ആ വഴിക്കങ്ങ് പോയി. എന്റെ പ്രേമേ, നീ ആ കുട്ടിയുടെ മനസ്സ് മനസ്സിലാക്കണം. ആ ദേവികയുടെ അത് അതിന്റെ ഭർത്താവിന്റെ ഹൃദയം തേടി വന്നതാ. പിന്നെ അവളുടെ ഭർത്താവിന്റെ ഹൃദയം എന്ന് പറഞ്ഞാലേ കെട്ടഴിഞ്ഞു പോയ ആട്ടിൻകുട്ടിയല്ലേ തേടി പിടിച്ചോണ്ട് തിരികെ കൊണ്ടുവരാൻ. എന്റെ പ്രേമേ, ഇത് മനുഷ്യന്റെ മനസ്സിന്റെ കാര്യമല്ലേ ഇത്? ഉദാഹരണത്തിന് ഇപ്പൊ എന്റെ ഹൃദയം മറ്റൊരാളുടെ ആണെന്ന് അറിഞ്ഞാൽ നീ എന്ത് ചെയ്യും? അയ്യോ, ഞാൻ ആ ജില്ല വഴി ബസ്സിൽ പോലും പോകത്തില്ല. അത് നീ, ഇത് ദേവിക. അയ്യോ ദേവിക, നിങ്ങളായിരുന്നല്ലോ ആശുപത്രിയിൽ ഇവന് കൂട്ടിരിപ്പ്. പിന്നെ അവളെ കുറിച്ച് വാതോരാതൊരു വർണ്ണനെ. അന്നേ അവള് സിദ്ധുവിനെ നോട്ടം ഇട്ടതാ. പിന്നെ ഒരു ഹൃദയ നാടകവും. ഓ എന്റെ ചേച്ചിയൊന്നും നിർത്ത്. ഈ പറയുന്നത് എങ്ങോട്ടാ പോകുന്നേ? ഞാൻ പറയാമടാ, ഇനിയും പറയും. മക്കളില്ലാത്ത ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു നിന്റെ കല്യാണം. അതാ മുടങ്ങിയത്. അല്ല, ആ നശിച്ചവള് മുടക്കിയത്. ദേവിക അങ്ങനെ കുറ്റം പറയാനാവും ചേച്ചി. ആരെയും കുറ്റം പറയുന്നതല്ല മോനെ. ഒരു പുതിയ ജീവിതത്തിന്റെ പ്രതീക്ഷകളുമായി ഇന്നിവിടെ വന്നിട്ട് അണഞ്ഞ നിലവിളക്കിന് മുന്നിൽ നിന്ന് പടിയിറങ്ങിപ്പോയ ഒരു പെണ്ണുണ്ട്. മോതിര വിരൽ കൊണ്ട് മിഴിനീര് തുടച്ചു പോയവൾ. അവളെ നമ്മൾ ഓർക്കണ്ടേ, മയൂരിയെ. ആ ദേവിക എന്ന് പറയുന്ന നശൂലും വന്ന് കയറി തകർത്തതും അണച്ചതും 2 കുടുംബങ്ങളിലെ വെളിച്ചോ. സിലു, നീ ഇങ്ങനൊന്നും പറയരുത്.
നിനക്ക് ചേരുന്ന ഭാഷയും ശൈലിയൊന്നും അല്ല ഇത്. പിന്നെ ഏട്ടന്റെ കല്യാണം മുടക്കേ പിന്നെ അവളെ മഹതിന്ന് വിളിക്കണോ? അവളുടെ കരണത്തൊന്ന് പൊട്ടിച്ചു വിടാത്തതിന്റെ വിഷമമേ എനിക്കുള്ളൂ. ദേ, ചേച്ചി ഒന്ന് മനസ്സിലാക്കണം. ഒരുപാട് സ്നേഹിച്ച രണ്ടുപേര് ആഗ്രഹിച്ച് മോഹിച്ച് കല്യാണം കഴിച്ചു. കല്യാണ പിറ്റേന്ന് ഭർത്താവിന് അപകടം. ഇട്ടൊഴിഞ്ഞു പോകാമായിരുന്നു ദേവികയ്ക്ക്. പക്ഷേ എന്നെങ്കിലും ഭർത്താവ് തിരിച്ചു വരുന്ന പ്രതീക്ഷയില് ആ പാതി ജീവന് അവള് കാവൽ നിന്നു. ഫലം ഉണ്ടായില്ല. ഇന്ന് ഈ ഭൂമിയിൽ അവശേഷിക്കുന്നത്, അവരെ നിലനിർത്തുന്നത് അവരുടെ ഭർത്താവിന്റെ ഹൃദയമാണ്. സത്യത്തില് അവരുടെ ദാനമല്ലേ ചേച്ചി എന്റെ ഈ ജീവിതം. ഓഹോ, അങ്ങനെ എന്ന് വെച്ചേ ഈ ഹൃദയം നിനക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? അവക്ക് കൊണ്ടുപോയി കുപ്പിയിലിട്ട് ഷോക്കേസിൽ വെച്ച് കാണാൻ. പ്രേമേ, മര്യാദയ്ക്ക് സംസാരിക്കേ. മര്യാദ, മാന്യത, ഇത് രണ്ടും പ്രേമയുടെ ശത്രുക്കളാ. ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ്? അത്ര വലിയ ദിവ്യ പ്രണയവും ദൃഢബന്ധമൊക്കെ ആയിരുന്നെങ്കിലേ മണിയറക്കട്ടിൽ ഉറങ്ങേണ്ടവനെ എങ്ങനെയാ കല്യാണ പിറ്റേന്ന് ആശുപത്രിയിലെ മരണക്കട്ടിലെത്തിയത്? ആ ഹൃദയം ഇവിടെ എത്തിയത് അവളുടെ കയ്യിലിരിപ്പ് ജാതകദോഷം. നിർത്തടി. ഇനി ഒരു അക്ഷരം നീ മിണ്ടിയാല് അച്ഛൻ നിൽക്കുന്നത് നോക്കില്ല. അടിച്ചതിനെ ശരിയാക്കി കളി. രംഗ, പ്രേമേ, മതി. ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം. മയൂരിയുടെ വീട്ടുകാരെ വിളിച്ച് ഒന്ന് പാച്ചപ്പ് ചെയ്യണം. ബാക്കി വഴിയെ തൽക്കാലം സഭ പിരിച്ചുവിടുകയാ. എല്ലാരും ഒന്ന് പോയേ. എനിക്ക് ഉറപ്പാ ചേച്ചിയമ്മ, ഇത് വലിയ പ്രശ്നത്തിലേക്ക് പോവും. ഒന്നാമതേ ദേവികയ്ക്ക് മയൂരി ചേച്ചിയുടെ കുടുംബത്തോട് വലിയ വൈരാഗ്യം ഉണ്ടെന്നാ ഞാൻ കേട്ടത്. അവരാദ്യം പെണ്ണ് കാണാൻ വന്നത് മയൂരിയുടെ ആങ്ങളെയായിരുന്നല്ലോ. അവക്ക് ഭ്രാന്താണെന്ന് അറിഞ്ഞിട്ട് അവര് പിന്മാറിയതാവും. അതുകൊണ്ടെന്താ, അത് നിമിത്തം സുധി എന്നുള്ള ഒരു പാവം പിടിച്ച ചെറുക്കന്റെ തലയങ്ങു പോയി. ഒരു കണക്കിന് അതുകൊണ്ട് നമ്മുടെ സിദ്ധുവിന് ജീവൻ തിരിച്ചു കിട്ടി. ഉർവശി ശാപം ഉപകാരമായി. എന്നിട്ടെന്താ, ആ ശാപം കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വന്നില്ലേ, ഒരു ബൂമറാങ് പോലെ. പ്രേമ എണ്ണ ഒഴിക്കുകയാണോ? പപ്പടം വറക്കാൻ വേണ്ടി ചീനിച്ചട്ടിയിൽ എണ്ണയല്ലേ ഒഴിക്കേണ്ടത്? പച്ചവെള്ളം ഒഴിച്ചാ മതിയോ? ചീനച്ചട്ടിയിൽ മാത്രമല്ല, എരുതിയിൽ എണ്ണ ഒഴിക്കാനും പ്രേമ പിടിക്കുകയാണല്ലോ. നിങ്ങൾ പ്രേമയുടെ അംഗത്തിന് ഇറങ്ങിയിരിക്കുകയാണോ? അയ്യോ, അതിനുള്ള ധൈര്യം അമേരിക്കൻ സൈന്യത്തിന് പോലും ഇല്ല. ആ ദേവികയെ കുറിച്ച് നീ പറഞ്ഞതൊക്കെ മോശമായി. എന്ത്? എന്റെ അനിയനെ അവള് വന്ന് കെട്ടിപ്പിടിച്ചതും അവള് തട്ടിയെടുക്കാൻ വഴിയൊരുക്കിയതും ഞാൻ പ്രോത്സാഹിപ്പിക്കണോ? എന്റെ പ്രേമേ, ഇതൊക്കെ നിന്റെ തോന്നലുകളാ. പറഞ്ഞിട്ട് കാര്യമില്ല. നെഗറ്റീവ് ചിന്തകളുടെ ഫാക്ടറി ആണല്ലോ നിന്റെ മനസ്സ്. ആയിക്കോട്ടെ, എനിക്ക് വലുത് എന്റെ അനിയന്റെ ഭാവി തന്നെ. എന്റെ പ്രേമേ, ചെറുപ്രായത്തില് വിധവയായ ഒരു പാവം പെൺകുട്ടിയാണ് ദേവിക. ഭാഗ്യം ചെയ്തവളൊന്ന് പറ. ഓ, നിനക്ക് എന്റെ തല തട്ടിപ്പോവാത്തതിന്റെ തിണമാ. എന്റെ പ്രേമയെ സിദ്ധുവിന് ആ കൊച്ചിനോടുള്ളത് വെറും സഹതാപമാ. അല്ലാതെ നീ ഉദ്ദേശിക്കുന്ന പോലെ സിമ്പതി പതിയെ എമ്പതിയാവും ചേട്ടച്ച. സഹതാപം, സഹാനുഭൂതി, ഇഷ്ടം, അതിന്റെ ലൈൻ അങ്ങനെയാ. ഓ, സില്ലുമോക്ക് ഇത്രയും അറിവുണ്ടായിരുന്നോ? ഞാൻ ചില മനഃശാസ്ത്ര ലേഖനങ്ങളിലൊക്കെ വായിച്ചറിഞ്ഞിട്ടുള്ളതാ. ഇനിയിപ്പോ സിദ്ധു ആ കുട്ടിയെ ഇഷ്ടപ്പെട്ടാൽ എന്താ? നല്ല ചേർച്ചയല്ലേ ദേവികയും സിദ്ധുവും? മറ്റേ പിശാചിനെ പോലെയാണോ ദേവിക? കത്തിച്ചു വെച്ച നിലവിളക്ക് പോലെയല്ലേ? കുഞ്ഞളിയനൊരു ജീവിതമാവും. ആ കൊച്ചാണെങ്കിൽ ആ ഹൃദയത്തെ സ്നേഹിച്ച് കുഞ്ഞളിയനെ പൊന്നുപോലെ നോക്കുകയും ചെയ്യും. മനുഷ്യ, എന്റെ കയ്യിൽ പപ്പടം കുത്തിയായിരിക്കുന്നത്, ചീനച്ചട്ടിയിൽ തിളച്ച എണ്ണയും. എന്റെ അനിയൻ അങ്ങനെ എടുക്കാ ചരക്കൊന്നും അല്ല ഒരു വിധവാ പെണ്ണിനെ കെട്ടാൻ. അല്ല പ്രേമേ, ഞാൻ പറഞ്ഞത്. അയ്യോ, നിങ്ങൾ കൂടുതലൊന്നും പണയണ്ട. അപ്പുറത്ത് പോയി ഇരുന്നാലേ കഞ്ഞിയും പയറും പപ്പടം കറക്റ്റ് ആയിട്ട് കിട്ടും. ഞാനൊന്നും പറയുന്നില്ലേ, പക്ഷെ നടക്കാനുള്ളത് നടക്കും. ദൈവം നടത്തും. ചേട്ടച്ചൻ പറഞ്ഞ പോലെ വല്ലോ സംഭവിക്കോ ചേച്ചിയമ്മേ? സിദ്ധുവേട്ടൻ ആ ദേവികയെ ഒരു
ചുക്ക് സംഭവിക്കില്ല. ഒന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം.